ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര പുറത്ത് എന്നുള്ള വിവരമാണ് വരുന്നത്. 84.03 മീറ്റർ മാത്രമാണ് നീരജിന് എറിയാനായത്. കെഷ്രോം വാൽക്കോട്ടാണ് നിലവിൽ ഒന്നാമത്. ഇന്ത്യയുടെ സച്ചിൻ യാദവ് മികച്ച പ്രകടനത്തോടെ 4ാം സ്ഥാനത്തുണ്ട്. ജയേഷ് പോക്കുട്ടൂർ നമുക്കൊപ്പം. ജയേഷ് പോക്കുട്ടൂർ, ഗുഡ് ഈവനിംഗ്. നമ്മൾ കാത്തിരുന്നത് ഒരു സ്വർണ്ണമാണ്, പക്ഷേ 8ാം സ്ഥാനത്തെത്താനേ നീരജിന് കഴിഞ്ഞുള്ളൂ. ഇന്ന് നീരജ് മികച്ച ഫോമിലായിരുന്നില്ല എന്ന് വേണോ കരുതാൻ? കാരണം 3ാമത്തേത് ഫൗളുമായല്ലോ. ഉറപ്പായിട്ടും യോഗ്യതാ റൗണ്ട് കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിലെ എ ഗ്രൂപ്പിലെ 17 സ്ഥാനക്കാരിൽ ഒന്നാമനായിട്ട് തന്നെയായിരുന്നു നീരജ് ഫൈനൽ റൗണ്ടിലേക്ക് മുന്നേറിയത്. മികച്ച ഫൈനലിലേക്ക് മുന്നേറിയ 12 പേരിൽ 6ാമത്തെ മികച്ച ദൂരവും നീരജ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഫൈനൽ റൗണ്ടിൽ നീരജിന് തൊട്ടതെല്ലാം പിഴയ്ക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഒരു വെല്ലുവിളി ഉയർത്താൻ മുൻ ഒളിമ്പിക് ചാമ്പ്യനും നിലവിലെ ലോക ചാമ്പ്യൻ കൂടിയായ നീരജ് ചോപ്രയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. 2ാം ശ്രമത്തിലെറിഞ്ഞ 84.03 മീറ്ററാണ് നീരജിൻ്റെ മികച്ച ത്രോ എന്ന് പറയുന്നത്. 2 ശ്രമങ്ങൾ ഫൗളാവുകയും ചെയ്തു. 3ാമത്തെയും 5ാമത്തെയും ശ്രമം ഫൗളായതോടുകൂടി 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ നീരജിന് കഴിഞ്ഞുള്ളൂ. അതോടുകൂടി തന്നെ ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്ന ആദ്യത്തെ 6 സ്ഥാനക്കാരിൽ നീരജ് ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെ. എന്നാൽ അപ്രതീക്ഷിത കുതിപ്പ് ഒരു ഇന്ത്യൻ താരം നടത്തി എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. സച്ചിൻ യാദവ് എന്ന ഉത്തർപ്രദേശുകാരനായിരുന്നു ഇത്തരത്തിൽ വലിയ ഒരു അപ്രതീക്ഷിതമായൊരു നേട്ടം ലോക ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടാക്കിയത്. നിലവിലിപ്പോൾ സച്ചിൻ 4ാം സ്ഥാനത്താണുള്ളത്. 86.27 മീറ്റർ ആദ്യ ശ്രമത്തിൽ തന്നെ എറിഞ്ഞ 86.27 മീറ്ററിന് ദൂരവുമായിട്ടാണ് ഇപ്പോൾ സച്ചിൻ യാദവ് 4ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ കെഷ്രോൺ വാൽക്കോട്ടാണ് നിലവിൽ 1ാം സ്ഥാനത്ത്. 2ാം ശ്രമത്തിലെറിഞ്ഞ 88.16 മീറ്ററാണ് കെഷ്രോൺ വാൽക്കോട്ടിനെ ഇപ്പോൾ 1ാം സ്ഥാനത്ത് എത്തിച്ചിട്ടുള്ളത്. അവസാന റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു എടുത്തു പറയാനുള്ള കാര്യം, വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ നിലവിലെ ഒളിമ്പിക് ചാമ്പ്യൻ കൂടിയായ അർഷാദ് നദീമിന് 10ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. 82.75 മീറ്റർ മാത്രമാണ് അർഷാദിന് എറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ 92 മീറ്റർ എറിഞ്ഞുകൊണ്ട് സ്വർണം നേടിയ താരമാണ് അർഷാദ്. അതിനേക്കാൾ 10 മീറ്ററോളം പുറകിലോട്ട് പോയി 82.17 മീറ്റർ 82.73 മീറ്റർ മാത്രമാണ് അർഷാദിന് എറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നിലവിൽ 10ാം സ്ഥാനത്തായിക്കൊണ്ട് അർഷാദിനും ഒപ്പം തന്നെ നീരജിനും 8ാം സ്ഥാനത്തുള്ള നീരജിനും ഫൈനൽ റൗണ്ടിലേക്ക് അവസാന ത്രോയിലേക്ക് മുന്നേറാനായിട്ടില്ല. അതായത് ജയേഷ് പൊക്കുട്ടൂർ, നമ്മളെപ്പോഴും പറയുമല്ലോ, ആ ദിവസത്തെ ബെസ്റ്റ് ആരാണ് എന്നതാണ് ഇങ്ങനെ ഫൈനൽ മത്സരങ്ങൾ വരുമ്പോൾ വിധി നിർണ്ണയിക്കുക. പ്രത്യേകിച്ചും ജാവലിൻ, അത് പോകുന്ന ദിശയും അതുപോലെ ആ സമയത്ത് വീശുന്ന കാറ്റ് പോലും പ്രധാനമാണെന്ന് പല കായിക വിദഗ്ധരും പറയാറുണ്ട്. ഇന്നിപ്പോൾ നീരജിന്റെ ദിവസമായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതേസമയം സച്ചിന്റെ പ്രകടനം അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച രീതിയിലല്ലേ ഇന്ന് കണ്ടത്? ഉറപ്പായിട്ടും സച്ചിന്റെ ഇതിന് മുമ്പത്തെ ബെസ്റ്റ് ത്രോ എന്ന് പറയുന്നത് 85.17 ആണ്. ആ ഒരു ഘട്ടത്തിൽ, അതായത് യോഗ്യതാ റൗണ്ടിൽ പോലും സച്ചിന് യോഗ്യതാ മാർക്ക് മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് മികച്ച 12 സ്ഥാനക്കാരിൽ 10ാമനായിട്ടാണ് സച്ചിൻ ഫൈനലിലേക്ക് എത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു. ആ സച്ചിനാണ് ഇപ്പോൾ ഫൈനൽ റൗണ്ടിലെ ആദ്യ ശ്രമത്തിൽ തന്നെ മികച്ചൊരു എറിഞ്ഞുകൊണ്ട് 86.27 മീറ്റർ എറിഞ്ഞുകൊണ്ട് ഇപ്പോൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ശ്രമം ഫൗളായി. 3ാമത്തെ ശ്രമത്തിൽ 85.71 എറിഞ്ഞു. 4ാമത്തെ ശ്രമത്തിൽ 84.90 ആയിരുന്നു. 5ാം ശ്രമത്തിൽ വീണ്ടും ഒരു 85 മീറ്റർ പിന്നിട്ടുകൊണ്ട് 85.96 മീറ്റർ പിന്നിട്ട് ഒഴിഞ്ഞു. ഇനി ഒരു ശ്രമം കൂടി സച്ചിന് ബാക്കിയുണ്ട്. അതിലൊരു 88-ന് മുകളിൽ ഒരു ദൂരം പിന്നിട്ടുകൊണ്ട് ഒരു മെഡൽ നേടുമെന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അതാണ്, നീരജ് അപൂർവമായി മാത്രമാണ് മെഡലില്ലാതെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. 8ാം സ്ഥാനത്തേക്കായി എന്ന് പറയുമ്പോൾ അതൊരു നിരാശയാകും. പക്ഷേ സച്ചിൻ ഇത്രയും മുന്നിലെത്തിയല്ലോ. നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് പറയും. നമ്മൾ തോറ്റ ആ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് മറികടക്കാൻ നമുക്ക് ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടാകും. സച്ചിൻ മുന്നോട്ട് വന്നല്ലോ. അപ്പോൾ നമുക്ക് മത്സരം പൂർത്തിയാകട്ടെ, അതിന്റെ ഫലത്തിലേക്ക് വീണ്ടും എത്താം.